സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പിന്റെ പൂർത്തീകരിച്ച ജലസംഭോഷണ പദ്ധതികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ജലവിധാനം സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള തൃത്താല മണ്ഡലത്തിലെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി സർക്കാർ വകുപ്പുകളുടെയും വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളായി 9 സബ് ഗ്രൂപ്പുകളാണ് രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഭൂജല വകുപ്പിന്റെ കർമ്മ പദ്ധതിയിൽ 20 കൃത്രിമ ഭൂജല സംഭൂഷണ പദ്ധതികളും ഒരു കുടിവെള്ള പദ്ധതിയും നിലവിൽ 5 കുഴൽക്കിണർ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചു. 27 പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. വകുപ്പിന്റെ പൂർത്തീകരിച്ച ജലപോഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് കൂറ്റനാട് നിർവഹിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതി നടപ്പാക്കുന്നത് വിവിധ സർക്കാർ വകുപ്പുകളുടെ പദ്ധതികളെ ഏകോപിപ്പിച്ചും സംയോജിപ്പിച്ചുമാണ്. ഒരു സർക്കാർ വകുപ്പ് ഒറ്റയ്ക്ക് അതിന്റെ പദ്ധതി നടപ്പാക്കുന്നതിനേക്കാൾ പ്രയോജനം കിട്ടും. പലതും നമുക്ക് യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ കൺവേർജൻസ് എന്ന് പറയും. അങ്ങനെ സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് വളരെ വലുതാണ്. അതിനുള്ള ശ്രമമാണ് തൃത്താലയിൽ നടത്തുന്നത്. ഇതൊരു വിജയകരമായ മാതൃകയായാൽ കേരളത്തിൽ മുഴുവൻ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. കേരളത്തിൽ മുഴുവൻ ഒരു തൃത്താല മോഡൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഭൂജല വകുപ്പ് കെ മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവകേരളം കർമ്മ പദ്ധതി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷറഫുദ്ദീൻ കളത്തിൽ, എ വി സന്ധ്യ, ടി സഹറ, പി കെ ജയ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കർഷക പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ അഡ്സ് കെ പുരുഷോത്തം സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ എം അരുൺ നന്ദിയും പറഞ്ഞു. വിവിധ വകുപ്പുകളുടെ ശില്പശാലയും വിഷയാവതരണങ്ങളും നടന്നു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.